I want to introduce to you Shri V.D. Satishan, the Kerala opposition leader, who has been a special friend of ours. He came and blessed us last year with beautiful words of felicitations, and we are honored to have him with us today. നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതനും കഴിഞ്ഞ വർഷത്തിൽ നമ്മുടെ കൺവെൻഷനിൽ വരികയും അനുഗ്രഹിക്കപ്പെട്ട ആശംസകളെ നമ്മളെ അറിയിക്കുകയും ചെയ്ത കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ V.D. സതീശൻ അവറുകൾ ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യയുണ്ട്. ഈ സമയത്ത് വിശേഷാൽ സ്വാഗതവും നമ്മുടെ സ്നേഹവും അറിയിക്കുകയാണ്. പ്രിയങ്കരനായ അധ്യക്ഷൻ, ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ ബാൽസൻ ടി എബ്രഹാം, അഭിവന്ദ്യനായ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് തിരുമേനി, ബഹുമാന്യരായ പാസ്റ്റർമാരെ, ദൈവമക്കളെ, ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഈ ശതാബ്ദി കൺവെൻഷനിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞതിന് ഞാൻ ആദ്യമായി ദൈവത്തോട് നന്ദി പറയുന്നു. കഴിഞ്ഞ വർഷം ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായി. അതെൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായൊരു സംഭവമായി ഞാൻ അടയാളപ്പെടുത്തി. അതെൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ വഴിത്തിരിവ് അത് വളരെ വിസ്മയാവഹമാണ് എന്ന് ഞാൻ കരുതുന്നു. ആ കൺവെൻഷനിൽ വെച്ചാണ് ആദ്യമായി ക്രിസ്തു എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഞാൻ തുറന്നു പറയുന്നത്. പിന്നീട് ഇന്ന് ഈ കൺവെൻഷനിൽ നിൽക്കുന്നതുവരെ 50ഓളം സദസ്സുകളിൽ, സഭകളിൽ, പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ ക്രിസ്തുവിൻ്റെ മഹത്വം പറയാനും അവൻ്റെ വചനങ്ങൾ പറയാനും എനിക്ക് അവസരമുണ്ടായത് ഞാൻ നന്ദിയോടുകൂടി ഈ അവസരത്തിൽ സ്മരിക്കും. വീണ്ടും ക്രിസ്തുവിൻ്റെ മഹത്വം പറയാനും കരുണാമയനായ അവൻ്റെ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാനും ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന ഈ ശതാബ്ദി കൺവെൻഷനിൽ പങ്കാളിയാക്കാൻ സമ്മതിച്ചതിന് ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ എല്ലാവരോടും ഞാൻ പ്രത്യേകമായ നന്ദി പറയുന്നു. ഇതൊരു വല്ലാത്ത കാലമാണ്. ക്രൈസ്തവ സമൂഹം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലമാണ്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ കണക്കനുസരിച്ച് ഈ ഡിസംബർ 31 വരെയുള്ള ഒരു വർഷക്കാലം 700ഓളം അക്രമ സംഭവങ്ങളാണ് ക്രൈസ്തവർക്ക് നേരെ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നത്. നിരവധി പുരോഹിതന്മാരും പാസ്റ്റർമാരും ഇന്ന് ജയിലുകളിലാണ്. പ്രധാനമന്ത്രി ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർക്ക് വിരുന്നു കൊടുത്ത ക്രിസ്മസ് ദിനത്തിൽ പോലും 23 ആക്രമണങ്ങളുണ്ടായി. ഓരോ ദിവസവും ശരാശരി 3 ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നു എന്നാണ് കണക്ക്. 8 മാസമായി മണിപ്പൂർ ഇപ്പോഴും കത്തിയെരിയുകയാണ്. 254 ക്രൈസ്തവ ദേവാലയങ്ങളാണ് ചുട്ടരിക്കപ്പെട്ടത്. മതസ്ഥാപനങ്ങളെല്ലാം തീക്കിരയായി. സ്ത്രീകളുടെ, കുഞ്ഞുങ്ങളുടെ നിലവിളികൾ മണിപ്പൂരിൽ നിന്നും ഉയരുമ്പോൾ, റോമാ നഗരം വെന്തുനീറുമ്പോൾ വീണ വായിച്ച നീറോ മഹാരാജാവിനെ പോലെ ഭരണാധികാരികൾ അതിനെ അവഗണിക്കുന്നു. സങ്കടങ്ങളാണ് ചുറ്റിനും. ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിച്ചതിന്, ക്രിസ്തുവിനെ വിശ്വസിച്ചതിന് അവരെല്ലാം പീഡാനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അത് അവൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു: എന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർ എല്ലാവരും ഉപദ്രവങ്ങളെ നേരിടേണ്ടി വരും എന്നാണ് പറഞ്ഞത്. ആ ഉപദ്രവങ്ങൾ പറഞ്ഞതുപോലെ ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഉപദ്രവങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു വലിയ സമൂഹം പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഈ കൺവെൻഷനിലും പ്രാർത്ഥനകൾ ഉയരേണ്ടത് അവർക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് പിൻബലം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വേദിയിൽ വന്ന് പുറകിലേക്ക് നോക്കുമ്പോൾ ആ കൺവെൻഷൻ്റെ തീം ദൈ യുവർ കിങ്ഡം കം, നിന്റെ രാജ്യം വരേണമേ എന്നായിരുന്നു. ഇന്ന് ഞാൻ നോക്കുമ്പോൾ കാണുന്ന തീം യേശുവിനെ നോക്കുക എന്നതാണ്. യേശുവിനെ നോക്കുക എന്നതിൻ്റെ അർത്ഥം അവനെ പിന്തുടരുക എന്നതാണ്. അവൻ്റെ ദർശനങ്ങളെ കുറിച്ച് അറിയുക എന്നുള്ളതാണ്. അവൻ്റെ വഴിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. അത് മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവരെ ചേർത്തു പിടിക്കാൻ,
മറ്റുള്ളവരോട് കാരുണ്യമുണ്ടാക്കാൻ, നമ്മളെ മനുഷ്യരാക്കാൻ പ്രേരിപ്പിക്കുന്ന വലിയൊരു ശക്തിയാണ്. അവനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആ ശക്തി തന്നെയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു: വിശ്വാസത്തിൻ്റെ നായകനും അത് പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കുക. അവൻ്റെ സന്തോഷത്തെ കരുതി അവൻ അപമാനത്തെ അലക്ഷ്യമാക്കിയും ക്രൂശിനെ സഹിച്ചും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു എന്നാണ്. അവനെ നോക്കുമ്പോൾ ആ പീഡകളെയെല്ലാം സഹിച്ച്, മനുഷ്യന് വേണ്ടി അതെല്ലാം സഹിച്ച്, ഈ ഭൂമിക്ക് വേണ്ടി അതെല്ലാം സഹിച്ച് അവൻ ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി എന്നതാണ്. അതാണ് ഈ ഭൂമിയിലെ സർവ്വജീവജാലങ്ങളോടും മനുഷ്യരോടും കരുണാമയമായി പെരുമാറാനുള്ള നമ്മളോടുള്ള അപേക്ഷയാണത്. നമ്മളത് ചെയ്യണം എന്ന് നമ്മളോട് നിരന്തരമായി പറയുന്നതാണിത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. എല്ലാ ക്രൂരമായ പീഡാനുഭവങ്ങൾക്കും കുരിശുമരണങ്ങൾക്കും ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ വാക്കുകളും എന്ന് പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവിനെ നോക്കുമ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസം, പിൻബലം, പ്രതിസന്ധികളെ മറികടക്കാൻ ഈ ലോകം മുഴുവൻ ഞാൻ പ്രകാശമാണ്, ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഇരുട്ടിലേക്ക് പ്രകാശത്തെ കടത്തിവിട്ടുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ അന്ധകാരത്തിലേക്ക് പ്രകാശം പരത്തിക്കൊണ്ട് അവൻ നമ്മുടെ വലതുഭാഗത്തുണ്ട് എന്നുള്ള ആത്മവിശ്വാസമാണ് നമുക്ക്. നമ്മൾ മുമ്പേ നടക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നടന്ന് നമ്മുടെ വഴികൾ കാട്ടാൻ അവനുണ്ട് എന്നുള്ള ധൈര്യമാണ് നമുക്ക് പോകുന്നത്. എനിക്ക് തോന്നുന്നത് യേശുവിനെ നോക്കുമ്പോൾ ഞാൻ സ്വയം ശുദ്ധീകരിക്കപ്പെടുകയാണ് എന്നെനിക്ക് തോന്നുന്നു. ഞാനൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ എന്തു ചെയ്യണം എന്ന ഓർമ്മപ്പെടുത്തലാണ് യേശുവിനെ നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്. എൻ്റെ തിന്മകളെ മുഴുവൻ ഇല്ലാതാക്കി നന്മയുടെ വഴികളിലൂടെ സഞ്ചരിച്ച് അവൻ്റെ ജ്ഞാനം കൈവരിച്ച് അവൻ്റെ പ്രജകളെ സംരക്ഷിക്കാൻ, അവരെ ചേർത്തു പിടിക്കാൻ ഉള്ള ഒരു ആത്മവിശ്വാസമാണ് എനിക്ക് നൽകുന്നത് എന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നു. പത്രോസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ എന്തിനു വേണ്ടിയാണ് ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്? എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്? അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് അവൻ്റെ കാലടിപ്പാടുകൾ പിന്തുടരാൻ, അതിനുവേണ്ടി ആ കാലടിപ്പാടുകൾ പിന്തുടരുന്ന ഒരു മാതൃക, അതിൻ്റെ ഭാരമേൽപ്പിച്ചിട്ടാണ് അവൻ പോയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. യേശുവിനെ നോക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കാലടിപ്പാടുകൾ പിന്തുടരുക എന്നതാണ്. ടു ഫോളോ ദ ഫുഡ് സ്റ്റെപ്സ്. ആ കാലടിപ്പാടുകൾ പിന്തുടരുമ്പോൾ നമുക്ക് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ നമുക്ക് കഴിയും. ലോകത്തെ മുഴുവൻ നോക്കിക്കാണുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ ഒരു അനുഭവമായി നമുക്കത് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവൻ വന്നിരിക്കുന്നത് നമ്മളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ്, ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അവൻ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാൻ വേണ്ടിയിട്ടല്ല, ശുശ്രൂഷിക്കാനും അതുവഴി അനേകർക്ക് മറുവിലയായി തൻ്റെ ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് അവൻ വന്നിരിക്കുന്നത് എന്നാണ്. അപ്പം മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക. യേശുവിനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പാഠം അതാണ്. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക, അവരെ സ്നേഹിക്കുക, അവരെ ചേർത്തു പിടിക്കുക എന്നുള്ളതാണ്. എല്ലാത്തിനെയും നമുക്ക് അതിജീവിക്കാൻ കഴിയുന്ന വിശ്വാസമാണ് അത്. അചഞ്ചലമായ ആ ദൈവവിശ്വാസമാണ്, അവനിലുള്ള ആ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തെ കരുപിടിപ്പിക്കുന്നത്. നമുക്കറിയാം, ഫാദർ സ്റ്റാൻ സ്വാമി ജയിലിൽ കിടന്നു മരിച്ചയാളാണ്. ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയുണ്ടായി. അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം പാർക്കിൻസൺസ് രോഗബാധിതനായിരുന്നു അദ്ദേഹം. ഒരു സ്ട്രോ കൊടുക്കാൻ പറഞ്ഞിട്ട് അധികാരികൾ ഒരു സ്ട്രോ പോലും വെള്ളം കുടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കൊടുത്തില്ല. ആ ജയിലിൽ കിടന്നാണ് ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ച, ശുശ്രൂഷിക്കാൻ വേണ്ടി വന്ന ആ വൈദികൻ മരണമടഞ്ഞത്. ജയിലിൽ നിന്ന് എല്ലാ സാധനങ്ങളും മാറ്റുമ്പോൾ ഒരു കഷ്ണം തുണ്ട് കടലാസ് ജയിൽ അധികൃതർക്ക് കിട്ടി. സ്വന്തം കൈപ്പിടയിൽ ഫാദർ സ്റ്റാൻ സ്വാമി എഴുതി വെച്ചത് എന്താണെന്നറിയാമോ? ദരിദ്രരോട് സുവിശേഷം പറയാൻ
ദരിദ്രരോട് സുവിശേഷം പറയാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് കൊണ്ട് അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. തടവറകളിൽ നിന്ന് മോചനം കൊടുക്കാൻ, അന്ധർക്ക് കാഴ്ച കൊടുക്കാൻ, മർദ്ദിതർക്ക് മോചനം കൊടുക്കാൻ, കർത്താവിൻ്റെ ആ പ്രസംഗം നടത്താൻ എന്നെ അയച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതാണ് കുറിച്ചു വച്ചത്, അതാണ് സന്ദേശം. എല്ലാ സങ്കടങ്ങളിലൂടെ പോകുമ്പോഴും, എല്ലാ പ്രതിസന്ധികളിലൂടെ പോകുമ്പോഴും ശുശ്രൂഷിക്കാൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ആണ് അവൻ നമ്മളെ അയച്ചിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യമാണ് യേശുവിനെ നോക്കുമ്പോൾ എനിക്ക് ലഭ്യമായത് എന്ന് സ്നേഹപൂർവ്വം വിനയത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ വഴികളിലൂടെ സഞ്ചരിക്കാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഈ ശതാബ്ദി കൺവെൻഷന് എല്ലാ ആശംസകളും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശതാബ്ദി കൺവെൻഷനിൽ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട VD സതീശൻ സാറിന് IPC വിശ്വാസ സമൂഹത്തിൻ്റെ സ്നേഹ ആദരവ്. ക്രിയാത്മകമായ ഇടപെടലുകളോടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക തലങ്ങളിൽ നിറഞ്ഞു നിൽക്കുവാൻ സർവശക്തൻ അങ്ങേക്ക് കരുത്ത് പകരുവാൻ സഭയുടെ പിന്തുണയും പ്രാർത്ഥനയും അറിയിക്കുന്നു. വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങയുടെ ഇടപെടലുകളും പ്രതികരണങ്ങളും പെന്തിക്കോസ്ത് സമൂഹം നന്ദിയോടെ സ്മരിക്കുന്നു. നന്ദി, നന്ദി, നന്ദി.